ഹലോ ഗൈസ്, അപ്പോൾ കണ്ണൻ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള നമ്മുടെ കുടുംബക്ഷേത്രങ്ങളായ ചെലവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ഷേത്രത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും പുരാണങ്ങളും ഒക്കെ ചേർത്ത് നമുക്കറിയാവുന്ന കാര്യങ്ങളും നമ്മളോട് ആൾക്കാർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്താണ് നമ്മളിന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. കല്ലമ്പലത്തിൽ തീർത്ത ക്ഷേത്രമാണ്. കാരണം കല്ലമ്പലം എന്ന് പറഞ്ഞാൽ കരിങ്കല്ലിൽ തീർത്തേക്കുന്ന ഇത്രയും പഴക്കമുള്ള ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ പുറത്ത് അത് ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ടല്ലോ. 1672 സംതിങ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കി അടർന്നു പോയതുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. അപ്പം ഇത്രയും പഴക്കമുള്ള ഒരു കല്ലമ്പല ക്ഷേത്രമാണ് നമ്മുടെ ചെലവ് ശ്രീ മഹാദേവ ക്ഷേത്രം. അത്രയും പഴക്കമുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ ഇത് ചിലവ് ശ്രീ മഹാദേവ ക്ഷേത്രമാണെങ്കിലും ഇവിടെ മെയിൻ ദേവനായിട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്നത് നമ്മുടെ സുബ്രഹ്മണ്യൻ സ്വാമിയാണ്. അപ്പം സുബ്രഹ്മണ്യ ഭഗവാനാണ് ഫ്രണ്ടിലിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിലുണ്ട്. അപ്പോൾ ഗൈസ്, ഈ അമ്പലത്തിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ആൽമരമാണ് കേട്ടോ. അപ്പോൾ എല്ലാ അമ്പലത്തിലും ആൽമരം ഉണ്ടെങ്കിലും ഇവിടുത്തെ ആൽമരം അത്യാവശ്യം നല്ല ഒരു വലിപ്പമുള്ള ആൽമരമാണ്. ഗൈസ്, നമ്മൾ ശിവൻ്റെ അമ്പലമാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ മെയിനായിട്ട് സുബ്രഹ്മണ്യ സ്വാമിയാണ് സെൻട്രലിൽ ഇരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ ശിവൻ ഇച്ചിരി സുബ്രഹ്മണ്യൻ്റെ ബാക്കിലേക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് അറിയില്ല. പണ്ടത്തെ ആൾക്കാരുടെ ഈ അമ്പലം പണിഞ്ഞപ്പോഴൊക്കെ ഉണ്ടായ എന്തെങ്കിലും പോരായ്മകളായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. പിന്നെ ഈ നമ്മുടെ ഈ സ്ഥലത്തിന് ഒരു പണ്ട് വിളിച്ചുകൊണ്ടിരുന്ന പേര് ചിലമ്പ് എന്നായിരുന്നു. അപ്പോൾ ഈ ഒരു അമ്പലം ഭഗവതി ക്ഷേത്രമായിരുന്നു എന്നും പറയുന്നുണ്ടോ. അപ്പോൾ ഭഗവതിയുടെ ചിലമ്പ് എന്ന പേര് വിളിച്ചാണ് സ്ഥലത്തിന് ചിലവ് എന്നുള്ളൊരു പേര് കിട്ടിയതെന്നും പറയപ്പെടുന്നുണ്ടോ. പിന്നെ ഇത് കാലക്രമേണ ചിലവ് ശ്രീ മഹാദേവ ക്ഷേത്രമായിട്ടോ. അപ്പോൾ ഇവിടെ മെയിൻ പ്രതിഷ്ഠ ഇപ്പോൾ സുബ്രഹ്മണ്യനാണ് സെൻട്രലായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ശിവൻ സുബ്രഹ്മണ്യൻ്റെ പുറകോട്ട് മാറി ബാക്കിലേക്ക് മാറിയിട്ട് ഇച്ചിരി പുറകോട്ടായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ അമ്പലത്തിലും ഉള്ള പോലെ തന്നെ ഈ അമ്പലത്തിനും ഒരു അമ്പലക്കുളം ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അമ്പലത്തിൻ്റെ ഈ 40 സെൻറ്റിലാണ് ഈ നമ്മുടെ അമ്പലം ഇരിക്കുന്നത്. അപ്പം 40 സെൻറ്റിൽ എവിടെ നോക്കിയാലും നമുക്ക് അമ്പലക്കുളം കാണാൻ പറ്റില്ല. അതാണ് ഈ അമ്പലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ അമ്പലത്തിന് 100 ഏക്കർ വരെ സ്ഥലം ഉണ്ടായിരുന്നു എന്നാണ് പണ്ട് പറയപ്പെടുന്നത്. അപ്പം നമ്മുടെ ഈ അമ്പലക്കുളം ഇരിക്കുന്നത് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ മാറി വേറൊരാളുടെ പറമ്പിലാണ് നമ്മുടെ ഈ അമ്പലത്തിൻ്റെ കുളം ഇരിക്കുന്നത്. അപ്പം കുളത്തിനെ കുറിച്ചൊന്നും നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നില്ല. കാരണം അത് 1 കിലോമീറ്റർ മാറി അപ്പുറയാണ് വേറൊരാളുടെ പറമ്പിലാണ്. അപ്പോൾ ഗൈസ്, ഈ കണിക്കൊന്ന മരമാണ് ഈ അമ്പലത്തിലെ മറ്റൊരു പ്രത്യേകത. കാരണം ഈ കണിക്കൊന്ന മരത്തിൽ വർഷത്തിലെ എല്ലാ മാസവും ഒരു പൂവെങ്കിലും ഈ കണിക്കൊന്നയിലുണ്ടാവും. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. കാരണം വർഷത്തിലെ എല്ലാ മാസവും എല്ലാ ദിവസമൊന്നുമില്ല, എല്ലാ മാസവും 1-2 കൊല പൂവെങ്കിലും ഈ കണിക്കൊന്നയിൽ ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ. അതാണ് ഈ കണിക്കൊന്നയുടെ പ്രത്യേകത. അപ്പോൾ ഗൈസ്, പണ്ട് കാലത്ത് ഈ അമ്പലം ഈ ഒരു രീതിയിലല്ലായിരുന്നു. അപ്പോൾ ഇത് ഇവിടെയുള്ള ആൾക്കാരെല്ലാം കൂടി അമ്പലം പുനർനിർമ്മിച്ച് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പം പണ്ട് കാലത്തൊക്കെ വലിയ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ മെയിനായിട്ടും ഉത്സവം നടക്കുന്നത് ശിവരാത്രി മാത്രമാണ്. അപ്പോൾ ഈ അമ്പലത്തിന് 100 ഏക്കർ സ്ഥലമുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ 4 കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക് ഈ 4 ഭാഗങ്ങളിലും ഈ അമ്പലത്തിന് വേറെ പരദേവതകളായ വേറെ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമുക്ക് ഇപ്പോഴും ആ ക്ഷേത്രങ്ങളൊന്നുമില്ല. അവിടെ ഇവിടെയും ആ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ പൊളിഞ്ഞൊക്കെ പോയ രീതിയിലാണല്ലോ. പൊളിഞ്ഞൊക്കെ ആ ക്ഷേത്രത്തിൻ്റെ ഭിത്തികളൊക്കെ മാത്രമേ ഉള്ളൂ. പണ്ടത്തെ ഒരു ക്ഷേത്രം പോലത്തെ രീതിയിലൊന്നും അവിടെ കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ കല്ലുകളൊക്കെ പണ്ടത്തെ കല്ലുകളൊക്കെ ആ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ കുളം 1 കിലോമീറ്റർ അപ്പുറം വേറൊരാളുടെ പറമ്പിൽ വന്നേക്കുന്നത്. അതിൻ്റെ ഒരു ഐതിഹ്യം പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് ഈ അമ്പലം കണ്ടുപിടിച്ചത് എൻ്റെ ഒരു അച്ഛൻ്റെ അച്ഛൻ മുത്തച്ഛനാണ് ഈ അമ്പലം കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ മുത്തച്ഛൻ ഇവിടെ അമ്പലത്തിൽ വിളക്ക് വെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു പണ്ട് കാലത്ത്. പിന്നെ ഈ അമ്പലത്തിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഈ അമ്പലത്തിൽ പണ്ടത്തെ ഇതിൽ
നായന്മാരെ ഈ അമ്പലത്തിലേക്ക് അമ്പലക്കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നായന്മാരെ കൊണ്ടുവരികയും അവരാണ് പിന്നെ പൂജ കാര്യങ്ങളും തിരി വെക്കലും അമ്പലത്തിൻ്റെ കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യത്തിൽ പറയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലത്തിന് സ്വർണ്ണ കൊടിമരവും പിന്നെ സ്വർണത്തിൻ്റെ ഓട്ടുപാത്രങ്ങളും ഒത്തിരി ഈ അമ്പലത്തിന് ഒത്തിരി സ്വർണത്തിൻ്റെയൊക്കെ കൈവശം ഉണ്ടായിരുന്ന ഒരു അമ്പലമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ അമ്പലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊടിമരം സ്വർണത്തിൻ്റെയും ഒരു കൊടിമരം പോലും കാണാൻ സാധിക്കില്ല. ഈ ശിവരാത്രിക്ക് ഇവിടെ ഉത്സവത്തിന് നമ്മുടെ ഈ അടയ്ക്കാമരമില്ലേ, കവുങ്ങ്, അതൊക്കെ വെട്ടിയാണ് ഇവിടെ കൊടിമരമായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം പണ്ട് ഈ അമ്പലത്തിൽ എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോഴത്തേനും ആൾക്കാരൊക്കെ കൂടി ഈ അമ്പലത്തിൽ എന്തോ പ്രശ്നം ഉണ്ടായപ്പോൾ ആ സ്വർണ്ണക്കൊടിമരവും എല്ലാം എടുത്ത് ആ അമ്പലത്തിൻ്റെ കുളത്തിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആ കൊടിമരവും സംഭവമൊക്കെ ആ കുളത്തിൽ നിന്ന് എടുക്കണമെങ്കിൽ ഇത്ര പേര് മരിക്കണം എന്നൊക്കെയാണ് പ്രശ്നം വെപ്പിച്ചപ്പോൾ ഈ അമ്പലത്തിൻ്റെ രീതിയിൽ പ്രശ്നം വെപ്പിച്ചപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇപ്പോഴും അതൊരു നിഗൂഢമായിട്ട് കിടക്കുകയാണ് കേട്ടോ. അതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റ് പറഞ്ഞു കേട്ട അറിവുള്ളൂ. ഇപ്പോഴും അമ്പലക്കുളവും നമുക്കവിടെ കാണാൻ സാധിക്കും. അതിൽ കൊടിമരവും അമ്പലത്തിൻ്റെ മറ്റ് സംഭവങ്ങളും ആ കുളത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്കൊരു നിഗൂഢമായിട്ട് കിടക്കുന്നതാണ് അമ്പലത്തിൻ്റെ ഈ കുളം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് വരുന്നതായിരിക്കും. കാരണം ഈ അമ്പലത്തിൻ്റെ 4 ഭാഗങ്ങളിലും ഈ അമ്പലത്തിനെ പറ്റിയുള്ള പുരാണങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.